രാത്രി 12:30 മണിയായപ്പോൾ ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഇവളെ സംശയത്തിൻ്റെ പേരിൽ വാക്കത്തി കൊണ്ട് വെട്ടി അരിഞ്ഞു കളഞ്ഞു. ഉറങ്ങിക്കിടക്കുന്ന പെടലി രണ്ടായിട്ട് വിട്ടുപോയി. കൈയുടെ ഈ ഭാഗം പെടൽ 10-16 വെട്ടി വെച്ച് കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ വെട്ടിട്ട് കണ്ണിൻ്റെ ഈ ഇതുണ്ടല്ലേ മൂക്കും ഈ ഭാഗമൊക്കെ വലിയ ആഴത്തിലുള്ള മുറിവ്, സാധാരണ മുറിവല്ല, ആഴത്തിലുള്ള മുറിവ്. എന്നാലും പറയണം, ആ പിള്ളേരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് ലൈറ്റ് ചുവപ്പ് ചുരിദാറും ഇതൊക്കെ, എന്നാലും മിടിക്ക് പെൺകുട്ടിയാണ്. അത് ഈ കല്ലാറ പൊളിച്ചെടുത്തിട്ട് ഈ മറ്റേ ശവപ്പെട്ടുകൂടി പൊക്കി കര വെച്ചിട്ട് അവിടുന്ന് നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. ബോഡി മറ്റേ വികൃതമായിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞാൽ ആൾ നല്ല വെളുത്തൊരു പെൺകുട്ടിയാണ്. അത് നല്ല കറുത്ത് പോയി, നല്ലപോലെ കറുത്ത് കണ്ണും തള്ളി വായൊക്കെ നാക്കൊക്കെ നീട്ടി ഭയങ്കര ചേർത്തല താലൂക്കിൽ തന്നെയുള്ള മണ്ണഞ്ചേരി എന്ന് പറഞ്ഞ പ്രദേശം. ആ മണ്ണഞ്ചേരി സ്റ്റേഷൻ്റെ അതിർത്തി തന്നെ ഒരു ITC എന്ന് പറഞ്ഞൊരു സ്ഥലം, ഒരു ഗ്രാമപ്രദേശമാണ്, ഉള്ളിലേക്ക് പോകും. അവിടെ ഭർത്താവ് ജയിലിൽ നിന്ന് മറ്റേ ഇവിടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യയെ സംശയം തോന്നി കഴിഞ്ഞപ്പോൾ 2 പിള്ളേരാണ്, അമ്മയും 2 പിള്ളേരും കൂടെ കട്ടിലേക്ക് കിടക്കുന്നു. ഈ രാത്രി 12:30 മണിയായപ്പോൾ ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഇവളെ സംശയത്തിൻ്റെ പേരിൽ വാക്കത്തി കൊണ്ട് വെട്ടി അരിഞ്ഞു കളഞ്ഞു. ഉറങ്ങിക്കിടക്കുന്ന മൊത്തം ഇവിടെ തന്നെ 8 പെടലി രണ്ടായിട്ട് വിട്ടുപോയി. കൈയുടെ ഈ ഭാഗം പെടൽ 10-16 വെട്ടി വെച്ച് അവിടെ പോയി പറഞ്ഞാൽ ഇൻക്വസ്റ്റിന് അവിടെ സ്പോട്ടിൽ പോയി എടുത്തു. അതും ഇതുപോലെ തന്നെ, അതും കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ വിട്ടിട്ട് കണ്ണിൻ്റെ ഈ ഇതുണ്ടല്ലേ മൂക്കും ഈ ഭാഗമൊക്കെ വലിയ ആഴത്തിലുള്ള മുറിവ്, സാധാരണ മുറിവല്ല, ആഴത്തിലുള്ള മുറിവ്. അല്ല, അപ്പോൾ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ മുമ്പിട്ടാണ് വീട്ടിലുള്ളത്. നമ്മളെ ഫോട്ടോ എടുക്കാൻ വീട്ടിലല്ല പോയത്. വീട്ടിലാണ്. അപ്പോൾ ആ കുട്ടികളെ അന്നേരം അടുത്ത വീട്ടിലേക്ക് മാറ്റി. അവരിപ്പോൾ വർഷക്കണക്കായി. എന്നാലും പറയണം, ആ പിള്ളേരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് ആ വെട്ടിൻ്റെ ഭാഗം ഒരു കൈപ്പഴ പറ്റിയാണെങ്കിൽ ഈ പിള്ളേർക്ക് വെട്ടുകൊള്ളു. ഇവർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വെട്ടിയത്. ആ ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ടു. പക്ഷെ അതല്ല, ഈ പിള്ളേർ ചാടി എണീറ്റ് കഴിഞ്ഞപ്പോൾ പിള്ളേരെ കരച്ചിൽ കേട്ടാണ് അടുത്തുള്ളവർ മുഴുവൻ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. അത് ഈ പറഞ്ഞ ഈ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാത്ത വേറൊരു കേസാണ്. അത് ഈ പറഞ്ഞാൽ രാത്രി തന്നെയാണ്. ഇപ്പോൾ ഈ പണ്ടൊക്കെ ഒരു ഇൻക്വസ്റ്റ് ഒക്കെ എടുക്കുകയെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ആശുപത്രിയിൽ അല്ലെങ്കിൽ വീട്ടിലെ പോയി എടുക്കുന്നു. ഇപ്പോൾ അതല്ല, മേളിൽ നിന്നുള്ള ഓർഡർ ആണല്ല, എപ്പോൾ സംഭവിച്ചാൽ അപ്പം തന്നെ ഇൻക്വസ്റ്റ് ചെയ്യണമെന്ന്. വെളുപ്പിന് 3 മണിക്കൊക്കെ പോയി ഞാൻ ഇൻക്വസ്റ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. കട്ട പിടിച്ച് അതെ. വളരെ മറ്റേ ലൈറ്റ് ചുവപ്പ് ചുരിദാറും ഇതൊക്കെ, എന്നാൽ മിടിക്ക് പെൺകുട്ടിയാണ്. പെടലിയുടെ ഭാഗമൊക്കെ അറ്റുപോയി. ഇത് വേണ്ട. അതുപോലെ കായിയുടെ ഭാഗം ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ കറ്റ് പോയിരിക്കുക. നല്ല മൂർച്ചയുള്ള എന്തോ ഇത് വിട്ടാണ് കട്ട് ചെയ്തിരിക്കുക. അതും ഈ പറഞ്ഞ മനസ്സിൽ നിന്ന് പോകാത്തൊരു സംഭവം തന്നെ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ, ഈ പറഞ്ഞ ഈ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, അമ്മൂസ് ഇൻക്വസ്റ്റിന് ഫോട്ടോ എടുക്കാൻ പോയിട്ട് എത്രയാണ്? ഞാൻ പറഞ്ഞു വർഷക്കണക്കായി. എത്ര എണ്ണം എടുത്തിട്ടുണ്ടാവും എന്നറിയാമോ? ഞാൻ പറഞ്ഞു 1000കണക്കിന് എടുത്തിട്ടുണ്ടാവും. നമുക്ക് ഒന്നും ഈ ഫിലിമിൽ തൊട്ട് എടുക്കണം, 30mm ഫിലിമിൽ തൊട്ട് ഫോട്ടോ എടുക്കണം. ഇപ്പോൾ ഫിലിം കട്ടായിട്ട് ഇപ്പോൾ ഡിജിറ്റൽ വന്നു. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു.
1000-ഓളം മൃതദേഹങ്ങൾ എടുത്തിട്ടുണ്ടോ? ഫോട്ടോ എടുത്ത് കാണും. കാര്യം നമുക്ക് അറിയാം എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ ചേർത്ത താലൂക്കുകളിൽ 8 പോലീസ് സ്റ്റേഷനുണ്ട്. 8ലും ഇപ്പോഴാണ് ചെറിയ വേറെ ഫോട്ടോഗ്രാഫറൊക്കെ വന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വൈഫിൻ്റെ അമ്മ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാണാൻ പോയി. മെഡിക്കൽ ടെസ്റ്റിൽ കാണാൻ പോയി. ചേർത്തലയിൽ നിന്ന് അരൂർ പാലം എത്തുന്നതിന് മുമ്പ് എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നെ പോലെ ഒരു ഇൻക്വസ്റ്റ് ഉണ്ട് അമ്മൂസ എങ്ങനെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എവിടം വരെ? ഞാൻ പറഞ്ഞു അരൂർ. അന്ന് അവിടെ ഇറങ്ങിക്കോളാം. അവിടെ ഇറങ്ങി ഞങ്ങൾ ജീപ്പ് അയക്കാം. അങ്ങനെ അവിടെ നിന്ന് ജീപ്പ് ഒന്ന് എന്നെ വന്ന് കൊണ്ടുപോയി ഇൻക്വസ്റ്റ് ചെയ്ത് ഞാൻ തിരിച്ച് രണ്ടാമത് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോന്നിട്ടുണ്ട്. ഒന്ന് ആലോചിക്കുക, എവിടെ നിൽക്കുന്ന അരൂർ ചേർത്തല എത്ര കിലോമീറ്ററാണ്? അപ്പോൾ എന്ന് വെച്ചാൽ വേറെ ആരുമില്ല. വേറെ ഫോട്ടോഗ്രാഫർമാരെ വിളിച്ചാൽ പോകത്തില്ല, പേടിയായതുകൊണ്ട് പോകത്തില്ല. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് എന്നെ തന്നെ ഞാൻ വരുമെന്നുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ അതുകൊണ്ട് അരൂർ പള്ളി വീണ് പൊളിഞ്ഞ് വീണത് ഓർമ്മയുണ്ടോ? പണം തണ്ടിരിക്കുന്ന സമയത്ത്. കുറേ കാലമായില്ലേ? കുറേ കാലം, വർഷക്കണക്കായി. 10-15 വർഷമായി കാണുന്നു. കേട്ടിട്ടുണ്ട് അല്ലേ? ആ ബോഡി ഞാൻ ഇൻക്വസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്തത്. കെട്ടിടത്തിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ട്. ഇത് പണിതണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ മുകളിലത്തെ വാർക്കളുടെ കെട്ടം അത് പൊളിഞ്ഞ് താഴത്ത് വീണത് രണ്ട് പേര് മരിച്ചു അപ്പം തന്നെ. അങ്ങനെ പല കേസുകൊണ്ട് നമ്മൾ കുട്ടികളുടെയൊക്കെ കൊച്ചു പിള്ളേരുടെയൊക്കെ നമ്മൾ പറയാൻ വെള്ളത്തിൽ വീണത് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ കൂട്ടത്തിൽ വേറൊരു കാര്യമാണ്, നമ്മൾ വെള്ളത്തിൽ വീണ് പിള്ളേർ മരണപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ വെക്കേഷൻ സമയമാകുമ്പോൾ 1ഉം 2ഉം ഒക്കെ ഈ പറഞ്ഞല്ലോ അമ്പലക്കുളത്തിലായാണെങ്കിലും മറ്റേ കടലിലാണെങ്കിലും കായലിലാണെങ്കിലും കുളിക്കാൻ പോയി മരണപ്പെടുന്നുണ്ട്. അതിനകത്തും അതും വേണമെങ്കിൽ നമുക്ക് തടയാൻ പറ്റും. ഇപ്പോൾ ഇൻക്വസ്റ്റിന് ഞാൻ ഫോട്ടോ എടുക്കണമെങ്കിലും ഉണ്ടല്ല, എൻ്റെ മനസ്സിലുള്ള ഇങ്ങനെ ഉള്ള മരണങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ അടുത്ത ഈ പറഞ്ഞ രക്ഷകർത്താക്കൾക്ക് എനിക്കൊരു പറയാനുള്ളൊരു ഐഡിയ കൂടെ ഞാൻ ഇതിനകത്ത് പറയുക. കാര്യം അവർ ഈ കുട്ടികൾ കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് മെയിനായിട്ട് ഈ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ ആ ക്ഷേത്രത്തിലുള്ള കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഒരിക്കലും വെള്ളത്തിലിറങ്ങാൻ സമ്മതിക്കാതിരിക്കുക. എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ അവരുടെ നോട്ടം ഉണ്ടെങ്കിൽ കുറച്ച് ഇതൊക്കെ കട്ടാവും. ഇത് ആളില്ലാത്ത സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ക്ഷേത്രക്കുളത്തിൽ പോയി കുളിക്കുന്ന സമയത്ത് അവിടെ പ്രദേശം ആരും ഇല്ലെങ്കിൽ ആരെങ്കിലും കണ്ട് ഒന്ന് അറപ്പ് മാറ്റിക്കണില്ല, അവർ വെള്ളത്തിൽ പോകത്തില്ല. അങ്ങനെ സംഭവിക്കുക. അപ്പം അതൊരു കാര്യമാണ്. പിന്നെ ഈ ട്രാക്കിലെ ഡെഡ് ബോഡീസിൻ്റെ ട്രെയിൻ തട്ടി മരിച്ചതിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചിതറി പോയിട്ടുണ്ടാവില്ലേ? ചാക്കിനകത്ത് കൈയും കാലും ഭാഗമൊക്കെ ഈ പറഞ്ഞ ചാക്കിനകത്താക്കി ബോഡി നേരെ സ്പ്രെഡായി പോവുകയാണല്ലോ, ചെതറിപ്പോവുകയാണ്. ആ ചെതറിയുന്നത് അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതാക്കി ചാക്കിനകത്താക്കി കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമുക്ക് അതും ഭയങ്കര ഭീകരതയാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന കോഴിയൊക്കെ നമ്മൾ പൊളിക്കല്ലേ, അതുപോലെ തന്നെ വളരെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. പല ഭാഗങ്ങളായിപ്പോവും. അങ്ങനെയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓർത്തോർത്ത് പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ പറയല്ലേ, 1000. അതെ, നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഇതേപോലെ കുറേ നമ്മളിപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇൻസിഡൻറ്റ് തന്നെ നമ്മൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടെങ്കിലും പോകുന്ന സമയങ്ങളിൽ തിരുവോണത്തിൻ്റെ അന്ന് ഇൻക്വസ്റ്റ് നടത്തിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇൻക്വസ്റ്റ് നടത്താൻ പോകുന്ന സമയത്ത് നമ്മൾ ടോട്ടലി അത് കഴിയുമ്പോൾ മൈൻഡ് മൊത്തത്തിൽ മാറത്തില്ലേ?
മൈൻഡ് അതെ അതില്ല മൈൻഡ് ആ സാധനം നമ്മൾ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ആ സ്മെല്ല് എത്ര കയ്യിൽ സോപ്പിട്ട് കഴിഞ്ഞാലും ആ മണം ഇത് നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് അങ്ങനെ നിൽക്കും കുറേ ആൾ അങ്ങനെ പോകും. പിന്നെ ഇപ്പം അങ്ങനെയുള്ള കേസില്ല കേട്ടോ. അത് ഇപ്പം കറക്റ്റാണ് കാര്യം. മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ പിടിച്ചുള്ള ഇതുണ്ട്. ഈ പിന്നെ വീട്ടുകാരത്തിയായിട്ട് എവിടെയെങ്കിലും വല്ല ഫംഗ്ഷന് പോകാനായിട്ട് പോവുകയാണ്, അമ്മ വേറെ സ്വന്തക്കാരുടെ കല്യാണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം റെഡിയായി നിൽക്കുന്ന സമയത്താണ് ശേഷം എന്ന് വിളിക്കുന്നത് എന്നെ പോലെ. അപ്പോൾ അത് കട്ടാകും. ഞാൻ ഒരിക്കലും ഞാനിങ്ങനെ അമ്മാവൻ്റെ മകൻ്റെ കല്യാണമാണ് വരാൻ പറ്റുകയെന്ന് പറയാൽ ഞാൻ പോയി എടുക്കാറുണ്ട്. അത് പണ്ട് തൊട്ടേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ തമ്മിൽ തെറ്റിട്ടുണ്ട്. ഇപ്പോഴല്ല, പണ്ട് ഇതുപോലെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇവള് പറയും പോകണ്ട കേട്ടാന്ന് പറയും. അല്ലെ പോകണ്ടെന്ന് പറയുമ്പോൾ തന്നെ വണ്ടി ഇവിടെ വലിയ ബാധിക്കും. ജീപ്പ് കയറി പോയിട്ടുണ്ട്. അതെ. ഈ വിഷം കഴിച്ച കേസസിലൊക്കെ ബോഡിക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ചിലത് നല്ല നീല നിറമാവുമെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഉണ്ടോ? അങ്ങനെയുണ്ട്. വിഷം കഴിച്ചതിന് നമ്മൾ നഖത്തിൽ അറിയാൻ പറ്റും. കൈയിൻ്റെ നഖം, കണ്ണിൻ്റെ പൊസിഷൻ, അതിൻ്റെ വായുടെ ചുണ്ടിൻ്റെ പൊസിഷനൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ബോഡി ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. കാലിൻ്റെ വിരലിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് അറിയാൻ പറ്റും. തലയ്ക്ക് ഇപ്പം ക്ഷതയേറ്റ് ബാക്കിൽ നമുക്ക് തലയ്ക്ക് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ തലയുടെ ബാക്കിലൊരു അടിയേറ്റ് അങ്ങനെയാണ് ആൾ മരിച്ചെങ്കിൽ നമുക്ക് അത് ബോഡി കാണുമ്പോൾ അറിയാമെന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ ഈ പാദമുണ്ടല്ലോ, ഇരുകാലിൻ്റെ പാദം, അത് രണ്ടും ഈ വശത്തേക്ക് ഇങ്ങനെ നമ്മൾ സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പാദം ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഇത് അടിച്ച് അതിൻ്റെ ഞരമ്പ് തട്ടിയിട്ടുണ്ടെങ്കിൽ അത് രണ്ട് പാദവും ഇങ്ങനെ കിടക്കും. ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ കിടക്കും. അതാണ് എൻ്റെ പൊസിഷൻ. അങ്ങനെ ഏത് മരണത്തിൻ്റെ ആണെങ്കിലും ശരി നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ മരിച്ചാണെന്നുള്ള നമുക്കറിയാൻ പറ്റും. അത് കൂടുതലും പറ്റുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നേരത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടേ നമ്മളെ ഒരു സാധനത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ ഈ സാധനം കിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ ഷെയർ ചെയ്യാറില്ല. സാർ ഇന്ന പോലെയാണ് കേട്ടോ, എനിക്ക് ഇന്ന പോലെ സംശയം തോന്നി ഇന്നയാണെന്ന് ഞാൻ സാർമാരൊക്കെ ഞാൻ പറയാറില്ല. ഉള്ളിൽ ഞാൻ കിടക്കും. അത് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് ഞാൻ തിരക്കും. പോലീസുകാർക്ക് ചോദിക്കും, സാറേ ഇന്നോലെ എൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ തിരക്കും. അത് മാത്രമല്ല ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ ചെയ്യാറുണ്ട്. എന്നാൽ വണ്ടി ഒരു ആക്സിഡൻറ്റ് പെട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പോയി ഇൻക്വസ്റ്റിന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആ വണ്ടി ഇടിച്ച സ്പോട്ടിൽ പോയി ഞാൻ നോക്കാറുണ്ട്. എങ്ങനെയാണത് ആക്സിഡൻ്റ് ആയത്, ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എൻ്റെ ഉള്ളിൽ കിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാറില്ല. അത് എന്ത് ഇതാണെങ്കിൽ തന്നെ, എത്ര ഇതാണെങ്കിൽ തന്നെ, തൂങ്ങി മരിച്ചതാണെങ്കിലും ശരി, ആ തൂങ്ങി മരിച്ച അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ട് ഞാനത് നോക്കിയിട്ട് പോരാറ്. അത് എത്ര ദൂരെയാണെങ്കിലും ഞാൻ പോകാം. ചില കേസുകളൊക്കെ ഈ വർഷങ്ങൾക്ക് ശേഷം CBIക്ക് കൈമാറുന്നത്, അപ്പോൾ വീണ്ടും ഈ അന്വേഷണ സംഘം എത്തുകയും ഇതേ ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിക്കുന്ന ഒരു സാഹചര്യങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും കേസുകൾ വീണ്ടും സംശയം തോന്നി, ചില വീട്ടിലുള്ളവരൊക്കെ ഈ പറയുന്ന രീതിയിൽ വീട്ടുകാർക്ക് ചിലപ്പോൾ ഒരു സംതൃപ്തപ്പെടണമെന്നില്ല അന്വേഷണത്തിൽ, അപ്പോൾ അവർ വീണ്ടും അപ്പീലിന് പോയി കേസ് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ഈ റീപോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നൊരു കാര്യം ചെയ്ത് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ഇതൊക്കെ പറഞ്ഞില്ല, പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം അതേ ബോഡി തന്നെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത് അങ്ങനെ കേസുണ്ട് പലതും. ഇപ്പോൾ അടുത്തിടയ്ക്കാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ പള്ളി ചേർത്തല മുട്ടത്തെ പള്ളിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതായിരുന്നു. അല്ല, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞില്ല. ഇവർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ ഭാര്യയും ഭർത്താവുമായിട്ട് എപ്പോഴും വഴക്കായിരുന്നു.
ഗൾഫിൽ ഇവർ ടീച്ചർ, ഭർത്താവ് ഗൾഫിൽ നിന്ന്, അങ്ങനെ എന്തോ ഒരു ഇതാണ്. അപ്പോൾ അതിൽ ഇവർ തമ്മിൽ എപ്പോഴും വഴക്കുള്ള പിള്ളേരത് ആരോടും പറയാതിരുന്നു. ഈ മരണപ്പെട്ടതിന് ശേഷം അതിൻ്റെ ചടങ്ങ്, മറ്റേ ഇതിന് കുഴുകാഴ്ച, ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങിന് മറ്റേ ഇരുന്നിട്ട് പിള്ളേരും അമ്മയായിട്ടൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു പോലെ അച്ഛനും അമ്മയായിട്ട് വഴക്കായിരുന്നു ഇപ്പോഴും മറ്റേ. അപ്പോൾ അവർക്ക് സംശയം തോന്നിയപ്പോൾ അവർ പോലീസിൽ അറിയിച്ചിട്ട് അത് റീപോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മറ്റേ കല്ലറ പൊളിച്ച് അതിനകത്ത് നിന്ന് എടുത്ത് അതിൻ്റെ ഫോട്ടോകൾ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി എന്നെങ്കിലും വേറെ ഇനി വരുമല്ലേ, ഇപ്പോൾ ഒരു വർഷത്തിനടുത്ത് ആകാൻ പോകുന്നു. അത് ഈ കല്ലറ പൊളിച്ചെടുത്തിട്ട് ഈ മറ്റേ ശവപ്പെട്ടിയോടുകൂടി പൊക്കി കര വെച്ചിട്ട് അവിടുന്ന് നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. ബോഡി മറ്റേ വികൃതമായിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്ന് വെച്ചാൽ ആൾ നല്ല വെളുത്തൊരു പെൺകുട്ടിയാണ്. അത് നല്ല കറുത്ത് പോയി, നല്ലപോലെ കറുത്ത്, കണ്ണും തള്ളി, വായൊക്കെ നാക്കൊക്കെ നീട്ടി, ഭയങ്കര അതാണ്. ഒരാഴ്ച പേടിച്ചു പോകും. പറഞ്ഞാൽ അതിനകത്ത് ഈ മറ്റേ റോസാപ്പൂവും ആ റീത്തിനുള്ള പൂക്കളും പോലും മറ്റേ എന്താ പറയുക അലിത്തട്ടില്ല. അത് ആ പൂവ് അങ്ങനെ തന്നെ നിൽക്കുന്നത്. പക്ഷേ ബോഡി വീക്കായിപ്പോയി, വളരെ വൾഗറായിപ്പോയി. അത് ഭയങ്കര സംഭവമായിപ്പോയി. അത് ഒരു 6 മാസം കക്ഷിയായിട്ടുണ്ടാവുന്നു.